ഗായ്സ്, അപ്പോൾ നമ്മളുള്ളത് അദാനി കൃഷ്ണപട്ടം പോർട്ടിലാണ്. അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് ഉള്ളത്. ഇപ്പോൾ രാവിലെ നല്ല മഴയാണ് ഇവിടെ. കൽക്കരിക്ക് കയറ്റി വണ്ടികൾ വരുന്നുണ്ടോ. ഞങ്ങളും കൽക്കരി എടുക്കാൻ പോകാനുള്ള ഒരു പരിപാടിയിലോട്ടാണ്. രാവിലെ മഴ ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു കോപ്പിയൊക്കെ എടുക്കണം അപ്പുറത്തെ കടയിൽ നിന്ന്. അങ്ങനെ നിൽക്കുകയാണ് മൊത്തത്തിൽ. അപ്പോൾ അവരുടെ ഗ്യാങ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ആദ്യം 2-3 പേരുള്ളായിരുന്നു, ഇപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും വന്ന് വണ്ടിയുടെ അടിയിൽ ഇങ്ങനെ ഇരിക്കുക. മഴ തന്നെ ആയിരിക്കും, ചെറിയൊരു ചാറ്റൽ മഴയാണ്. ആ കാർമേഘം ഇവിടെ മൊത്തം മഴ പെയ്യുന്നത്. ഇവിടെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ നിറഞ്ഞ് സെറ്റപ്പ് ഇട്ടിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് പതിയെ പോവാം. ടൈമായിട്ടുണ്ട്, 6 മണിയായി. മഴയൊക്കെ മാറിയതും തെളിഞ്ഞ കേട്ടോ. നാലും ഉണ്ട്. നമ്മളവിടെ നിന്ന് വണ്ടി എടുത്ത് പോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാറ് വേഗത്തിൻ്റെ രാവിലെ മഴയൊക്കെ പെയ്ത് മൊത്തം സെറ്റപ്പായിട്ട് നിൽക്കുക. നമ്മളപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകാനുണ്ട്, ഒരു 2 കിലോമീറ്റർ അടുത്ത് പോകാൻ. ആയതിനും ചെറിയ മഴയൊക്കെ പെയ്തത് അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അവിടെ വണ്ടി എടുത്ത് ലോഡ് എടുത്ത് ആ സൈഡിൽ കാർമേഘങ്ങളാണ്. അദാനി പോർട്ടും കൽക്കരി കയറ്റുന്നൊക്കെ ആയിരിക്കും വീഡിയോയിൽ, ഇന്നത്തെ വീഡിയോയിൽ. ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ആ കാർമേഘം ഉള്ള സ്ഥലത്ത് നല്ല ശക്തിക്ക് പെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് പെയ്യുന്നുണ്ട് ഇവിടെ. ഇതുണ്ട്, ഇതൊരു ഫാക്ടറി ആട്ടോ. ഇവിടെ കൂടുതൽ ഓയിൽ ഉണ്ടാകുന്ന ഫാക്ടറിയാണ്. കപ്പൽ വന്നിട്ട് ഇവിടെ വേർതിരിക്കുന്നത് എന്ന പ്രസംഗമൊക്കെയാണ്. ഓയിലും അതേക്കൊണ്ട് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ. ഇവിടെ കൽക്കരി ട്രെയിൻ കിടക്കുന്നുണ്ട് ഈ സൈഡ് മൊത്തം. ഇവിടെ എപ്പോഴും കൽക്കരി കയറ്റാൻ ട്രെയിൻ വരും കേട്ടോ. ഓരോ തെർമൽ പവർ സ്റ്റേഷനിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് മൊത്തം. പെട്രോളിയം എല്ലാം വരുന്നുണ്ടല്ലോ പോർട്ടിൽ. ഈ കമ്പനിയാണ് കൂടുതൽ എണ്ണ കയറ്റാൻ വരുന്ന വണ്ടികളൊക്കെ. ഇതിപ്പോൾ പുതിയതായിട്ടോ, ഇതിപ്പോൾ കുറച്ചാളേ ഉള്ളൂ തുടങ്ങിയിട്ട്. ഇതുണ്ടോ, മറ്റേ നെല്ലൊക്കെ കയറ്റിക്കൊണ്ട് വരുന്ന വണ്ടിയാണ്. ഇതുണ്ട്, ഇത് മറ്റേ കാർഗിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇത് എണ്ണ ഫാക്ടറി കേട്ടോ. നമ്മുടെ സൺഫ്ലവർ ഓയിൽ പോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ കയറ്റാനുള്ള. ഇവിടെ ഫുള്ള് ആ ടൈപ്പ് ഫാക്ടറി സൈഡിൽ നിന്ന്. അപ്പോൾ ബോട്ടിനകത്ത് പോകണമെങ്കിൽ ഇതേക്കൊണ്ട് നമ്മുടെ സേഫ്റ്റി ജാക്കറ്റ് കിട്ടണം വേണം പോകാൻ വേണ്ടി. അല്ലെങ്കിൽ അല്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗേറ്റ് പാസ് വേണം. ഇതാണ് നമ്മുടെ ഗേറ്റ് പാസ്. ഇത് കാണിച്ചാൽ നമ്മുടെ ആ ബില്ല് അവരാണെന്ന് തരുള്ളൂ. ഇത് രണ്ടുമാണ് വേണ്ടത്. അപ്പോൾ അകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ പാർക്കിങ് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തോട്ട് പോകണം. നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങാം. നമ്മുടെ ബില്ലെല്ലാം നമ്മൾ പോയി വാങ്ങിയിട്ടുണ്ട്. അതെ, അതാണ് സീറ്റ്സും ഈ ബില്ല് കിട്ടുമ്പോൾ അതിൻ്റെ സീറ്റ്സ്, വെള്ളം, നമ്മുടെ വണ്ടി, നമ്മുടെ പാർക്കിങ്. ഇവിടെ നോക്കി നമ്മൾ അകത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ വാങ്ങിയിട്ട് വന്ന് വണ്ടി എടുത്തു കേട്ടോ. ബില്ലൊക്കെ വാങ്ങിയിട്ട് വന്ന് വണ്ടി എടുത്തു. അപ്പോൾ ഇനി നമ്മൾ അകത്ത് സോണിലോട്ട് പോകുന്നതാണ്. അകത്ത് ഈ ക്യാമറ യൂസിങ് നമ്മൾ റണ്ണിങ്ങിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ അകത്തോട്ട്. ഇപ്പോൾ സെക്യൂരിറ്റിമാരും ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ അകത്ത് എന്നിട്ട് ഞാൻ കാണിക്കാം ലോഡ് കയറ്റുന്നതും അവിടുത്തെ സോണും കൽക്കരി കിടക്കുന്നതൊക്കെ നമുക്ക് അകത്ത് വെച്ച്. ഗായ്സ്, അപ്പോൾ നമ്മൾ അവിടുത്തെ സേഫ്റ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് കയറി കേട്ടോ. എന്നിട്ട് അധികം ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് നമ്മൾ പോർട്ടിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യും കേട്ടോ. ഇവിടെ തന്നെ വണ്ടിയെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ഇട്ടിട്ട് വേണം അകത്തോട്ട് പോകാം. സെക്യൂരിറ്റിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി വീഡിയോ ഞാൻ ഇതിനകത്തൊരു ക്യാമറ കാണിച്ച് എടുക്കുന്നില്ല.
അകത്ത് കയറിയിട്ട് എന്തായാലും ഞാൻ കാണിച്ചു. നമ്മൾ വെയ്മെൻ്റൊക്കെ എടുത്ത് പോട്ടിനകത്ത് കയറിയേ. ഇതാണ് പോട്ടിൻ്റെ അകത്തോട്ടുള്ള റോഡാണ്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ ഓരോ സോണിലോട്ട്, അതായത് കൽക്കരി കൂട്ടിയിട്ടേക്കുന്ന ഓരോ പോയിൻ്റ് ഉണ്ടല്ലോ അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് വണ്ടി ലോഡ് കയറ്റി വണ്ടിയൊക്കെ വരുന്നുണ്ട്. എന്തിനാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്? ഇവിടെ എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മൾ വീഡിയോ ഓഫ് ചെയ്യണം, അകത്ത് ചെന്നിട്ട് കാണിക്കുക. ഇതാണ് നമ്മൾ ഫോണിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അകത്ത് വന്നേ, നമ്മൾ ആ സോൺ 6ലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിപ്പോഴും സോൺ 4, 3 അവിടെ നിന്നൊക്കെ എടുക്കുന്നത്. നമ്മൾ സോൺ 6 വന്നിട്ട് കുറേ നാളായി. ഇപ്പോൾ 62 ഈ സോണിനകത്ത് തന്നെ, സോൺ 6 തന്നെ കുറേ ഇതുണ്ട്. 62, 63, 64 അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് 62ലാണ് പോകേണ്ടത്. അപ്പോൾ ചോദിക്കാൻ വേണ്ടി പോയത് ഇതാണ് അതിൻ്റെ കൽക്കരി കൂട്ടിയിട്ടേക്കുന്നുണ്ട്. അതിനകത്ത് പുകയുണ്ടാക്കുന്നത് കേട്ടോ. 62 ഇത് തന്നെ. നമ്മളതിലൂടെയൊക്കെയാണ് ലോഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സോൺ കണ്ടുപിടിച്ച് ഗായ്സ്. ഇത് തന്നെ എൻ്റെ കൽക്കരിയുടെ വണ്ടിയെല്ലാം കിടപ്പുണ്ടാകും. ഇത് തന്നെ നമ്മളിവിടെ കൽക്കരിയുടെ ഫ്രണ്ടിൽ തന്നെ വന്നു. ഇതുണ്ടോ കൽക്കരി പുകയുന്നുണ്ടോ? ഒരു വണ്ടി കയറ്റി ഇവിടെ നിൽക്കുന്നുണ്ട്. രാവിലെ വന്നോണ്ട് ഒരു വണ്ടി കൽക്കരി കയറ്റി ഇട്ടേക്കുന്നത്. ഇങ്ങനെയാട്ടോ നമ്മളെയും കയറ്റാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കയറ്റാൻ പോകുന്ന ഐറ്റം ഇത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ സാധനം? ഏതായാലും വണ്ടിയൊക്കെ തിരിച്ചിട്ടിട്ട് സൂപ്പർവൈസറെ കൊണ്ടോ നോക്കാം. ഏതായാലും ലോഡിങ്ങിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഈ കൽക്കരിക്കകത്ത് തന്നെ ഒത്തിരി വ്യത്യാസമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതിങ്ങനെ അതാണ് ഈ ഓരോരോ സോണിൽ കൊണ്ടിട്ടേക്കുന്നത്. ആ വണ്ടിയാണ് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരം പോസ്റ്റ് അടിച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ ലോഡർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോ വണ്ടികളങ്ങോട്ട് മാറ്റി ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ലോഡർ എത്തി. ഇനിയിപ്പോൾ ബില്ല് കൊടുത്ത് സൈൻ വാങ്ങി നമ്മൾ കയറ്റണം. ഗായ്സ് അതാണ് നമ്മുടെ ലോഡർ കേട്ടോ. അത് അങ്ങനെ ലോഡ് ചെയ്യുന്ന വണ്ടി നമ്മുടെ ബുൾഡോസർ ലൈബർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് സംഭവം. ഏതാ കമ്പനിയെന്ന് കറക്റ്റാണ്. അത് തന്നെ ഇതുണ്ടോ ഓരോ വണ്ടി ഇങ്ങനെ ഓരോ പോയിന്റ് ഇടുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ലോഡ് ചെയ്യുന്നുണ്ടോ. ഇത്തിരി അടുത്ത് പോകാൻ പറ്റുമല്ലോ. എവിടെ നമ്മൾ സൈൻ ചെയ്ത് തരുന്ന അമ്മനാണ് ഇത്. ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരാം സംഭവങ്ങൾ എങ്ങനെയാണ്. ഈ റിപ്പയറായ വണ്ടി ഇവിടെ തന്നെ നിൽക്കുവാണ്. നമ്മുടെ വണ്ടി അവിടെയൊക്കെ ഈ സൈഡ് ഗ്രില്ലിട്ടേക്കുവാണ്. കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ലോഡിങ്ങിന് കയറ്റി ലോഡൊക്കെ പോവാണ്. കമ്പനി വണ്ടിയാണ് അല്ലാതെ. അപ്പം നമ്മൾ 4 വണ്ടിയുണ്ട്. ഇത് കണ്ടോ ലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് സാധനം വന്ന് ഇവിടെ വിടുന്നത്. വണ്ടി ഇവിടെ സ്റ്റക്കാവുക. വീല് കറങ്ങിയിട്ടേ. ബുൾഡോസർ വന്ന് നമ്മുടെ വണ്ടിക്ക് കോരിയിടാൻ വേണ്ടി. ഫുള്ള് ലോഡിങ് വണ്ടിയിലോട്ടുള്ള. ഫുള്ള് കരി നമ്മുടെ അകത്തോട്ട് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ ലോഡിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ പടുത കിട്ടുന്ന ചടങ്ങാണുള്ളത് കേട്ടോ. ഇതുണ്ട് വണ്ടിയെല്ലാം ലൈനിൽ നിൽക്കുവാണേ. അപ്പോൾ നമ്മൾ ലൈനിൽ കൊണ്ടിട്ടു. പിന്നെ അടുത്തതായിട്ട് പടുത കിട്ടുന്നുണ്ട്. എല്ലാവരും ഇതേക്കൂട്ടുണ്ട്. ഇതേക്കൂട്ട് സ്റ്റാൻഡൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ മറ്റേ നമ്മുടെ റോപ്പൊക്കെ ഇട്ട് വേണം
സേഫ്റ്റി ബെൽറ്റെല്ലാം ഇട്ടിട്ട് വേണം പടുത കെട്ടാൻ കയറാം. അപ്പോൾ ഇവിടെ കെട്ടിത്തരാൻ ആൾക്കാരുണ്ട്, 100 രൂപ കൊടുക്കണം. അപ്പോൾ ഇതാണ് അവിടെ സംഭവം, പടുത കിട്ടുന്ന പരിപാടി. ലൈനിൽ നിൽക്കുന്നത് കണ്ടോ, ആ വണ്ടിയൊക്കെ പടുത കെട്ടി നിൽക്കുന്നുണ്ടോ. അടുത്ത ഇതാണ് പരിപാടി, ഇത് കെട്ടിയിട്ട് പോട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നതായിരിക്കും. നമ്മളങ്ങനെ പടുതയെല്ലാം കിട്ടി കേട്ടോ. എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സെക്യൂരിറ്റീസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എന്തെങ്കിലും ഇഷ്യൂ എന്ന് ഓർത്ത് എടുത്തില്ല. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പടുതയെല്ലാം കിട്ടി, പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് തൂക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ബില്ല് തരും. പിന്നെ അതുകൊണ്ട് നേരെ നമ്മൾ സീൽ വെച്ച് ഔട്ടാവുള്ളൂ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കൃഷ്ണപട്ടം ലോഡ് എടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ധാബ പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ കയറി കുളിച്ച് പമ്പ് ചെയ്ത് കുടിവെള്ളമൊക്കെ പിടിച്ച് ഇവിടെ പ്യൂരിഫയറിൽ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, അതൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് ഇവിടെ നിന്ന് ഒരു 6 മണിയായി. പതിയെ പോയി ഡീസലൊക്കെ അടിച്ച് പതിയെ പോകണം. ഡീസലൊക്കെ അടിക്കണം. ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ ഓടിയിട്ട് വേണം ഡീസലൊക്കെ അടിക്കാൻ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവിടെ വന്ന് ലോഡ് എടുത്ത് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നമ്മുടെ വീഡിയോ. ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോയാണ്. എങ്ങനെയാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റുമല്ല. പറ്റുന്നതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇനിയും ഉൾപ്പെടുത്തി ഒത്തിരി വീഡിയോ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് വെച്ച സീല് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് വെളിയിൽ ഇറങ്ങുന്ന നല്ലൊരു കാണിച്ചത്. അത് ചെക്ക് ചെയ്യുക, അവിടെ കമ്പനി ചെല്ലുമ്പോൾ അവർ ചെക്ക് ചെയ്തിട്ടാണ് സീലെല്ലാം കറക്റ്റ് ആണോ, ലോഡിങ് എല്ലാം ഓക്കെ ആണോ എന്ന് അവർ നോക്കും. എന്നാലേ അവർ നമ്മുടെ ലോഡ് അൺലോഡ് ചെയ്യുള്ളൂ അവിടെ. അതാണ് സംഭവം. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഞങ്ങൾ 2 പേരുണ്ട്, ഞാനും ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് വണ്ടി എടുത്തേ ഉള്ളൂ. ഗായ്സ്, അപ്പോൾ നമ്മൾ കൃഷ്ണപട്ടണം പോകുന്ന റൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ കൊൽക്കത്ത റോഡിൽ കയറി കേട്ടോ. ഈ റോഡ് കൊൽക്കത്ത പോകുന്നതാണ്. അപ്പോൾ ഇവിടെ കിട്ടലൊരു ഈവനിങ് സൺസെറ്റ് ക്യാമറയിലൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ല. അടിപൊളിയാണ്, കാണാൻ അടിപൊളിയാണ്. എങ്ങനെ കിട്ടും, എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. ഇവിടെ വെട്ടം മാത്രമേ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ കൊൽക്കത്ത റൂട്ടിൽ കയറി കേട്ടോ നമ്മൾ. തിരക്കുള്ള സമയം, നല്ല വണ്ടി തിരക്കുള്ള സമയം. വണ്ടികളും എല്ലാം തീർപ്പാഞ്ഞ് പോകുന്നുണ്ട്. നല്ലൊരു സൺസെറ്റ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഡീസലൊക്കെ അടിക്കണം. അപ്പോൾ അധികം റണ്ണിങ് ആയിരിക്കും. ഏതായാലും ഡീസൽ അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ വീഡിയോ എടുത്താൽ പോകുന്നത് ഇത് കവർ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വീഡിയോ എടുത്ത് പോകാൻ പറ്റുന്നില്ല. മാക്സിമം തുടങ്ങിയതല്ലേ ഉള്ളൂ. മാക്സിമം ഉള്ളതൊക്കെ ഉൾപ്പെടുത്തും. പിന്നെ വീണ്ടും വീഡിയോ ചെയ്ത് ബെറ്ററാകാം.